കള്ളവോട്ട് ആരോപിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. ബി.ജെ.പി കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നും അത് CPM-ന്റെ അറിവോടെയെന്നുമാണ് മുരളീധരൻ ആരോപിക്കുന്നത്. ക്രോസ് വോട്ടും സംശയിക്കുന്നതായി മുരളീധരൻ പ്രതികരിച്ചു. എന്തൊക്കെ നടന്നാലും മികച്ച ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും മുരളീധരൻ പ്രകടിപ്പിച്ചു. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം, ഏതാണ്ട് ത്രികോണ മത്സരം, സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഒരു മത്സരമായിരുന്നു തൃശ്ശൂരിലുണ്ടായതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നമുക്കൊപ്പം UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു? വലിയ രീതിയിലുള്ളൊരു നല്ല രീതിയിലുള്ള പോളിംഗ്, അതായത് മറ്റ് സ്ഥലങ്ങൾ ബാധിച്ച പോലത്തെ ഒരു നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും പോളിംഗ് ആരംഭിച്ച് അവസാനിക്കാൻ 6 മണിക്ക് ശേഷവും ചില സ്ഥലങ്ങളിൽ പോളിംഗ് ഏതാണ്ട് 20ഓളം ബൂത്തുകളിൽ മിനിമം പോളിംഗ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലത് 8:30ക്കാണ് കഴിഞ്ഞത്. ഞാൻ പോളിംഗ് ബൂത്തുകളൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. ചിലത് 8:30ക്കാണ് കഴിഞ്ഞത്, ചിലത് 10 മണി വരെ നീണ്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ UDFന് പോൾ ചെയ്യപ്പെടേണ്ട വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പ് വളരെ മന്ദഗതിയിലാണ് എല്ലായിടത്തും നടന്നത്. പല ഘടകങ്ങളുണ്ട്. ഒന്ന് VVPATന്റെ സെറ്റ്, അത് ക്രമീകരിച്ച രീതി, അതായത് ചിത്രം തെളിഞ്ഞു കണ്ടതിന് ശേഷം പിന്നെയും ബീപ്പ് സൗണ്ട് വരാൻ സമയമെടുക്കുന്നുണ്ട്. അവിടെയാണ് ഡിലേ വരുന്നത്. സാധാരണ രീതിയിൽ പോലെ നമ്മളിപ്പോൾ വോട്ട് ചെയ്ത് VVPATൽ ചിത്രം തെളിഞ്ഞാൽ ഉടനെ നമുക്ക് പോവാം. ഇതങ്ങനെയല്ല. അതിനുശേഷം വീണ്ടും ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത് ഈ ചിത്രം കാൻഡിഡേറ്റിൻ്റെ ചിത്രവും ചിഹ്നവും കണ്ട് മടങ്ങുമ്പോഴേക്ക് അവർ പറഞ്ഞു, സാർ പോകാൻ വരട്ടെ, ബീപ്പ് സൗണ്ട് വന്നിട്ടില്ല. ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 5-8 സെക്കൻഡ് പിന്നെയും എടുത്തു. അപ്പോൾ ഇതെല്ലാം പോളിംഗ് വൈകാൻ കാരണമായി. പിന്നെ ചിലയിടങ്ങളിൽ പ്രിസൈഡിങ് ഓഫീസർമാരുടെ മോശമായി പെരുമാറി ചില സ്ഥലങ്ങളിൽ. പക്ഷേ അതിലൊരു പ്ലസ് പോയിന്റ് തൃശ്ശൂർ പാർലമെൻറ്റിനെ സംബന്ധിച്ചുള്ളത്, കളക്ടർ പരാതി കൊടുത്താൽ ഉടനെ ആക്ഷൻ എടുക്കാൻ അധികം തയ്യാറായിരുന്നു. പക്ഷേ വന്നതെന്താന്ന് പറഞ്ഞാൽ ഈ യന്ത്ര തകരാറ് പരിഹരിക്കാനുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ അഭാവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കുറ്റക്കാരൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം ഇത് സജ്ജീകരിച്ച രീതി ശരിയായിട്ടില്ല, വോട്ടിംഗ് മെഷീൻ. പിന്നെ നീണ്ട ക്യൂ വന്നു. പലരും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയവരുണ്ട്. മടങ്ങിപ്പോയ ചിലരെയൊക്കെ തിരിച്ചു വിളിച്ചു കൊണ്ട് ചിലർ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ പോയവർ പലരും വന്നിട്ടില്ല. അതുകൊണ്ടാണ് കിട്ടേണ്ട മുഴുവൻ വോട്ടിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് വിജയത്തിനെ ബാധിക്കില്ല. ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അത് ഗുണകരമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFന്റെ വോട്ടുകൾ ബാഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. UDFന്റെ വോട്ടുകളൊക്കെ മിക്കയിടത്തും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. അപ്പോൾ അതുകൊണ്ട് UDFന്റെ വിജയ പ്രതീക്ഷയിലൊരു മാറ്റവും വന്നിട്ടില്ല. ഈ പോളിംഗ് ഓഫീസർമാർ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് ചെയ്യേണ്ടിയിരുന്നു പലയിടത്തും. തീർച്ചയായിട്ടും അവർ അറ്റ്ലീസ്റ്റ് ഒരു മാന്യമായിട്ട് പെരുമാറ്റമെങ്കിലും വേണ്ടതായിരുന്നു. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അങ്ങനെ പരാതി വന്ന ചില ആൾക്കാരെ മാറ്റി കളക്ടർ. അപ്പോൾ അത് റഫായിട്ടുള്ള പെരുമാറ്റം കൂടിയാണ്. അതുകൊണ്ടാണ് പലയിടത്തും പോളിംഗ് ബൂത്ത് ക്യൂ നിന്ന ആളുകൾ ക്ഷുഭിതരായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാം, പുതുക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ക്ഷുഭിതരായിട്ട് നിന്നു. അതുപോലെ പുന്നയൂർ 49-ാം ബൂത്തിൽ കംപ്ലൈൻറ്റ് വന്നു, മെഷീൻ മാറ്റേണ്ടി വന്നു. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ജാഗ്രത കുറവ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതാണോ എനിക്കറിയില്ല. കാരണം ചില ബൂത്തിൽ ചെല്ലുമ്പോൾ തീരെ ക്യൂ ഇല്ല. ഇപ്പോൾ ഞാൻ പറയാം, 48-ാം ബൂത്തിൽ ക്യൂ ഇല്ല, 49-ാം ബൂത്തിൽ വരുമ്പോൾ നീണ്ട ക്യൂ. അതെങ്ങനെയാണ് വരുന്നത്? രണ്ടിടത്തും വോട്ടർമാരുടെ സംഖ്യയൊക്കെ ഞാൻ നോക്കിയപ്പോൾ വോട്ടർമാരുടെ സംഖ്യയൊക്കെ കറക്റ്റാണ്. ഒരിടത്ത് ക്വിക്ക് പോളിംഗ് നടന്നു, മറ്റൊരു സ്ഥലത്ത് വളരെ സ്ലോ പോളിംഗ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? അതാണ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ എന്ന് പറയുന്നത്. ഇപ്പം തൃശ്ശൂർ നഗരത്തിലൊക്കെ ഏതാണ്ട് 5:30 മണിയായപ്പോഴേക്കും പോളിംഗ് ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേസമയത്ത് റൂറൽ ഏരിയയിലാണ് വളരെയധികം ഡിലേ വന്നിട്ടുള്ളത്. ഈ BJP അതോടൊപ്പം തന്നെ CPM അങ്ങനെ ഒരു ഭാഗം തുടക്കം മുതൽ തന്നെ താങ്കൾ ആക്ഷേപിക്കുന്നു. അത് നന്നായിട്ട് വന്നല്ലോ, ഇലക്ഷൻ നന്നായിട്ടുണ്ട്, ക്രോസ് ഔട്ടിങ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ റിസൾട്ട് വരുമ്പോഴേ പറയാൻ പറ്റും. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോകും എങ്കിൽ ഉറപ്പാണ് നല്ല രീതിയിൽ ക്രോസ് ഔട്ടിങ് നടന്നിട്ടുണ്ട്. കാരണം BJP ഇന്നലെ അവരുടെ ഭാഗങ്ങളൊക്കെ വളരെ ആക്റ്റീവായിരുന്നു.
തൃശ്ശൂർ പാർലമെൻറ്റിൽ കള്ളവോട്ട് ചെയ്തിട്ടുള്ള BJP ആണ്. CPM-നേക്കാൾ ഞങ്ങൾക്ക് പല ഭാഗങ്ങളിലും CPM അങ്ങനെ കള്ളവോട്ട് ചെയ്തതിൻ്റെ കാര്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ BJP-ക്കാർ വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ തന്നെ 15ഓളം പേരുകൾ എഴുതി കൊടുത്തു. അതിൽ 4 പേരെ ഇന്നലെ വോട്ട് ചെയ്തു വന്നു. അത് വോട്ട് ചെയ്യാൻ കാരണം BL അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു, അവർക്ക് അനുകൂലമായിട്ട്. പിന്നെ കളക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കളക്ടർ പോളിംഗ് നിർത്തിവെപ്പിച്ചെങ്കിലും BLOയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടി വന്നു. ആ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സംഘടന ഭാരവാഹിയാണ്. അതിൻ്റെ ദോഷം അത് സംഭവിച്ചത്. ഏതായാലും എല്ലാ വിജയാശംസകളും നേരുന്നു. ശ്രീ K. മുരളീധരൻ തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിയായും അതോടൊപ്പം തന്നെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അദ്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ KP ധനുഷിനൊപ്പം തൃശ്ശൂരിൽ നിന്ന് ഡാനി പോൾ, ന്യൂസ് 18. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു K. മുരളീധരൻ എന്നതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡാനി,